ഇത്രയും കനം കുറഞ്ഞ് തടിയുടെ ഒരു ലെയർ മുറിച്ചെടുക്കണമെങ്കിൽ അപാരമായ കഴിവ് തന്നെ വേണം. ചൂടാക്കിയ കമ്പി ഉപയോഗിച്ച് തുണികൾ കൃത്യമായി മുറിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു സാധാരണ ഭിത്തി എന്ന് തോന്നുമെങ്കിലും നിമിഷ നേരം കൊണ്ടാണ് അതിന്റെ ലുക്ക് തന്നെ മാറുന്നത്. ഒരു വർഷം 2 ബില്യണോളം കരിമ്പാണ് ലോകമെമ്പാടും കൃഷി ചെയ്യുന്നത്. യാതൊരു സഹായവും കൂടാതെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇത് വരയ്ക്കുന്ന ആൾക്കാരൊക്കെ ലക്ഷത്തിലൊന്നേ കാണൂ. റോഡിലെ വിള്ളലുകൾ ഇങ്ങനെയും മടക്കാം. ഒരു പ്രത്യേകതരം സീലിംഗ് കോട്ടിംഗ് കൊണ്ട് വീട്ടിലേക്കുള്ള വഴി പെയിന്റ് ചെയ്യുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ റോഡിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. തലമുടി വെട്ടുന്നത് പോലെ കൃത്യം ഷേപ്പിൽ ഈ കട്ടർ ഉപയോഗിച്ച് ചെടി വെട്ടിയെടുക്കാം. റോഡിലെ പൊട്ടിപ്പൊളിഞ്ഞു പോയ ഭാഗങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് നിമിഷ നേരം കൊണ്ട് അത് നന്നാക്കുന്ന കാഴ്ച. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വരണ്ടേ? നിങ്ങളുടെ പൂന്തോട്ടത്തിലെ പുല്ല് വാടിക്കരിഞ്ഞ് നിറം മങ്ങാൻ തുടങ്ങിയാൽ ബ്ലെൻഡ് എന്നറിയപ്പെടുന്ന ഈ ദ്രാവകം സ്പ്രേ ചെയ്താൽ മതി. ഇതിൽ കളർ മാത്രമല്ല, പുല്ല് വളരാൻ ആവശ്യമായ വളവും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതും നമ്മുടെ നാട്ടിൽ അത്ര സാധാരണമല്ല. വളരെ വേഗത്തിൽ ഇഷ്ടിക നിരത്താനും അതേസമയം തന്നെ അത് കൃത്യമായി ചെയ്യാനും ഒരു എക്സ്പേർട്ടിന് മാത്രമേ സാധിക്കൂ. പെർഫെക്റ്റ് ആയിട്ട് കണ്ണാടി ക്ലീൻ ചെയ്യുന്നയാൾ അത് പക്ഷെ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ? ഇനി കുറച്ച് സമയം ചെളി പിടിച്ച ഒരു കാറിന്റെ ഓരോ മുക്കും മൂലയും ഡീപ് ക്ലീൻ ചെയ്ത് പുതിയതുപോലെ ആക്കിയെടുക്കുന്നത് കണ്ടാലോ? എത്ര സ്പീഡിലാണ് ഇവർ പേജുകൾ അടുക്കി വെക്കുന്നത്. കൃഷി ചെയ്യുന്നവർക്ക് പറ്റിയൊരു ടിപ്പാണിത്. അലോവേറ
ഇങ്ങനെയാണ് ചെടിയിൽ നിന്ന് മുറിച്ചു മാറ്റുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് പുല്ല് വെട്ടിയെടുക്കുന്നത് കാണാനും രസമല്ലേ? ഇങ്ങനെ ക്ലീനിങ് നടത്തുന്ന ഒരു മെഷീൻ കണ്ടിട്ടുണ്ടോ? ഒരു സീബ്ര ക്രോസിംഗ് ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. കമ്പി ചുറ്റിയെടുക്കലും ബിൽഡിങ്ങും കൂടെ ഒരുമിച്ച് നടത്താം. തടി മുറിച്ച് ചെറിയ പീസുകളാക്കാൻ ഇങ്ങനെയും ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് എത്ര പേർക്കറിയാം? വെറുതെ കോടാലി ഉപയോഗിച്ച് നടുവിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു വയറിന്റെ അറ്റം മാത്രമായി മുറിച്ചു മാറ്റുന്ന മെഷീൻ കണ്ടിട്ടുണ്ടോ? കാറിന്റെ വിൻഡോ ഗ്ലാസുകളിൽ ടിൻഡഡ് ഫിലിം ഒട്ടിക്കുന്നത് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാറിന്റെ ഒരു പാർട്ട് സ്പ്രേ പെയിന്റിംഗ് നടത്തുന്നത് കണ്ടാലോ? പ്ലാസ്റ്റിക് സ്ട്രിപ്പ് തയ്ച്ചു ചേർക്കുകയാണ് ഇവിടെ. തടി കൊണ്ട് നിർമ്മിച്ച ഫ്ലോറുകളിൽ പ്രത്യേകതരം ഓയിൽ കൊണ്ടുള്ള കോട്ടിംഗ് നൽകുന്നു. ചിതലും പൂപ്പലും ഒക്കെ വളരുന്നത് തടയാനും തടികൾ ദീർഘകാലം നീണ്ടു നിൽക്കാനും ഇത് സഹായിക്കും. ഹാൻഡിലിൽ കാറിന്റെ അതേ നിറമുള്ള കോട്ടിംഗ് നൽകുന്നത് ഇങ്ങനെയാണ്. പഴങ്ങളെ നിമിഷ നേരം കൊണ്ട് പൊതിഞ്ഞ് കൂടിനുള്ളിലാക്കാൻ എക്സ്പേർട്ടാണ് ഇവർ. പൊട്ടിപ്പോയ റോഡ് നന്നാക്കുന്ന മറ്റൊരു വീഡിയോ. ഇത് കാണുമ്പോൾ ഏതെങ്കിലും വെറൈറ്റി ഐസ്ക്രീം ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് മെഴുക് കൊണ്ട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നിടത്ത് മിച്ചം വന്ന മെഴുകാണ്. മുറിച്ചെടുക്കുന്നത് കാണാൻ തന്നെ നല്ല രസമല്ലേ? അപാരമായ കഴിവുള്ള മറ്റൊരു മികച്ച ജോലിക്കാരനാണിത്. വെറുമൊരു കട്ടർ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഗ്രാനൈറ്റിൽ അദ്ദേഹം ഡിസൈനുകൾ വരയ്ക്കുന്നത്. തീപ്പെട്ടി കോലുകൾ നിറയ്ക്കുന്ന ബോക്സിന്റെ സൈഡിൽ തീപ്പെട്ടി ഉരയ്ക്കുന്നതിനുള്ള മരുന്നിന്റെ സ്ട്രിപ്പുകളാണ് ഈ ഒട്ടിക്കുന്നത്. കണ്ണും കൈയും ഒരേപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ഇത്രമാത്രം സ്പീഡ് കിട്ടൂ.
മെറ്റൽ പോളിഷ് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് കണ്ടാലോ? പോളിഷ് ചെയ്ത് കണ്ണാടി പോലെയാണ് അതാക്കിയെടുക്കുന്നത്. ഇന്നത്തെ കാലത്ത് കെട്ടിടം പണിയൊക്കെ വളരെ സ്പീഡിലാണ് നടക്കുന്നത്. ചൈനയിൽ ഒരു 57 നില കെട്ടിടം വെറും 19 ദിവസം കൊണ്ടാണ് അത്ര പണി കഴിപ്പിച്ചത്. വലിയ കപ്പലുകൾക്ക് പെയിന്റ് അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പഴയകാല പ്രിന്റിംഗ് രീതികൾ ഉപയോഗിച്ച് ഒരു തുണിയിൽ പ്രിന്റ് ചെയ്യുകയാണ് ഇവിടെ. ഒരെണ്ണം പോലും തെറ്റാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് പശുക്കിടാവുകൾക്ക് കുടിക്കാൻ ആവശ്യമായ പാല് കുപ്പിയിലാക്കി കൂടുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നു ഈ ജോലിക്കാരൻ. പിസ ഇങ്ങനെ മുറിച്ചാൽ ധാരാളം പേർക്ക് കഴിക്കാനാവും. ഫാക്ടറികളിൽ ഉപയോഗിക്കുന്ന ഹീറ്റ് എക്സ്ചേഞ്ചർ വൃത്തിയാക്കുന്നതാണ് ഇവിടെ കാണുന്നത്. 1 മീറ്റർ ക്യൂബ് വരെ വലിപ്പമുള്ള വസ്തുക്കൾ നിർമ്മിക്കാവുന്ന ഒരു ഹൈടെക് 3D പ്രിന്ററാണിത്.